ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, അതായത് മുട്ടപ്പുളി. അധികം പേരും അതെന്താ മുട്ടപ്പുളി എന്ന് വിചാരിക്കുന്നുണ്ടാവും. അത് അധികം നാട്ടുകളിലൊന്നും അങ്ങനത്തെ അത്രയ്ക്ക് ഫേമസ് അല്ല, പക്ഷേ ചില എവിടെയൊക്കെ അത് വെക്കാറുണ്ട്. അതുകൊണ്ട് എൻ്റെ അമ്മ വെക്കാറുണ്ട്. അത് ഈ റെസിപ്പി നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് പുളി സോക്ക് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഒരു 1.5 തക്കാളിയും അരിപ്പിനായിട്ട് തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, ഒരു കഷ്ണം സവാള, ഒരു കഷ്ണം തക്കാളി, ഇഞ്ചി, ജീരകം, ഇതൊക്കെ ഒന്ന് പേസ്റ്റ് വരെ അരച്ചെടുക്കാം. അത് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ചൂടായ ശേഷം എണ്ണയും കടുകും ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അടിപൊളിയാണ് ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. ഒരു ബ്രൗണിഷ് കളർ ആവണം. നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് എൻ്റെ വീട്ടിലത്തെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. എനിക്കൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് അമ്മ ഉണ്ടാക്കും. അതൊന്ന് ബ്രൗണിഷ് കളറായി നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിൽ 1.5 തക്കാളിയേ ഉള്ളൂ. ബാക്കി അരമുറി നമ്മളത് അരപ്പിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതും ഒന്ന് വഴറ്റിയെടുക്കാം. അടിപൊളിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതൊന്ന് വഴഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച അരപ്പില്ലേ, ആ തേങ്ങ, അതൊക്കെ നമുക്കൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ അരപ്പാണ് എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഗൈസ്. അതിലേക്ക് നമുക്കിനി സ്പൈസ് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ ചിക്കൻ മസാല ഓപ്ഷനിലാണ്, ഒരു മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും ഇത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് അതിൻ്റെ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കരിയാതെ നോക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം എനിക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം പുളിക്ക് അനുസരിച്ച് അതുപോലെ നമുക്ക് എത്രയാണ് ചാറ് ആവശ്യം അതിന് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ കുറച്ച് മുമ്പ് അതൊന്ന് വഴറ്റാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുത്തത്. ഇതിന് ആവശ്യത്തിന് കറക്റ്റായി ഉപ്പ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കേട്ടോ, കുറച്ച് ചാറ് വേണം വേണ്ടിയിട്ട്. എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. അതിനുശേഷം നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഇതിന് മുട്ട നമുക്ക് പുഴുങ്ങിയിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അമ്മ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അതായത് പൊട്ടിച്ച് അങ്ങനെ ഒഴിക്കുകയാണ് ചെയ്യാറുള്ളത്. അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിരിക്കണത്. പുഴുങ്ങിയിട്ട് ഇടാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ അതിൻ്റെ മേലേക്ക് തന്നെ വീണ്ടും രണ്ടാമത്തെ മുട്ടയും പൊട്ടിച്ചൊഴിക്കരുത്. ഒരു സ്പേസ് ഡിസ്റ്റൻസ് പാലിച്ചിട്ട് വേണം ഓരോന്നും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ അത് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഒരു 5-10 മിനിറ്റ് അതൊന്ന് അടച്ചതിന് ശേഷം എടുത്ത് നോക്കിയാൽ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് മെല്ലെ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഇളക്കാൻ പെട്ടെന്ന് പറ്റാത്തത് കൊണ്ട് അമ്മ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ചുറ്റി കൊടുത്താൽ മതി, അതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ ഇളക്കിയാൽ ചിലപ്പോൾ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇളക്കല്ലേ, ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. വീണ്ടും ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചു. ഇപ്പോൾ നമ്മുടെ കറി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറി ലീവ്സും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മുടെ കറി ഇവിടെ സെറ്റായിരിക്കും. അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ് താഴെ മെൻഷൻ ചെയ്യണം. നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഡിന്നറിന് ഇന്ന് ചോറും മുട്ടപ്പുളിയും ബീറ്റ്റൂട്ട് ഉപ്പേരിയായിരുന്നു. അപ്പോൾ ഞാൻ പോയി കഴിക്കാം.